Meet the editors. ഇല അടരുമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസിലേക്ക് ആദ്യം. ജിമ്മി, ഇപ്പോൾ ഇന്നത്തെ ഡെവലപ്മെന്റ്സ്, കേരള കോൺഗ്രസിലെ വിവിധ നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണം, ഞങ്ങൾ ഇവിടെ തന്നെയാണ് എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPM-നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം, എന്താണ് തോന്നുന്നത്? ഇല അടരുമോ? MLA-മാരുടെ പോസ്റ്റാണ്. കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ എന്ന് തിറപ്പിച്ച് പറയരുത്. 5 MLA-മാരിൽ ആരൊക്കെ എവിടെയൊക്കെ എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണയാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം നേതാക്കളുടെ മനസ്സ് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വിശദമായി അന്വേഷിക്കണം. 2, ഇല അടരുമോ, ഇല പിളരുമോ, ഇല രണ്ടാകുമോ, 2 ഇല 2 കഷ്ണത്തിലേക്ക് പോകുമോ മുതലായ കാര്യങ്ങളും ചോദിക്കണം. ഈ കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം 2 ഇലയാകുന്നതിന് മുമ്പ് ആനയായിരുന്നു. ആനയും കുതിരയുമായിരുന്നു. അന്ന് PJ ജോസഫിൻ്റെതാണ് കുതിര, ഇപ്പുറത്ത് ആനയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മുതൽ തുടങ്ങിയ പിളർച്ചയും വളർച്ചയും അതിനുശേഷം പിന്നെയും പിളരലുമാണ്. അതിന് KM മാണി തന്നെ പറഞ്ഞ ഒരു താത്വികമായ വ്യാഖ്യാനം, വളരും തോറും ഞങ്ങൾ പിളരും, പിളരും തോറും ഞങ്ങൾ വളരും എന്നുള്ളതാണ്. അത് പരിഹാസമായാലും ശരിയായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തമായ ഒരു പദവി എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ പിളരലും മറ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2 നിർണായക ഘട്ടങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിർണായക ഘട്ടത്തിൽ കേരള കോൺഗ്രസിന് ഇങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അതാണെന്നേ. ഇതിനു മുമ്പ് EK നായർ മന്ത്രിസഭയെ വലിച്ച് താഴെയിട്ടത് ഒരു കാര്യവുമില്ലാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗം മറുകണ്ഠം ചാടിയപ്പോഴാണ്. 1981-ലാണത്. അതിനുശേഷം 2010-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് PJ ജോസഫ് LDF വിടുന്നത് ഇതുപോലെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെയാണ്. അങ്ങനെ 2 തവണ ഇത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നിരവധി തവണ പല പിളരലുകളുമൊക്കെ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണെന്നതിനെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആയിട്ടുള്ള ഒരു സാധ്യത മാത്രമായിരുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസിന് പിളരാനുള്ള എല്ലാ സാധ്യതയും, കേരള കോൺഗ്രസിന് ഒരുമിച്ച് തന്നെ മാറാനുള്ള സാധ്യത ഇതെല്ലാമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഒറ്റയടിക്ക് പിളർന്നു പോകുമോ എന്നുള്ളതാണ് മാറിപ്പോകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമെങ്കിൽ, ചരിത്രം പറയുന്നത് കേരള കോൺഗ്രസ് ഇനി അങ്ങനെ മാറിയാലും ഒരു കഷ്ണമൊക്കെ ഇപ്പുറത്ത് നിൽക്കുമായിരിക്കും. അതല്ല ഇവിടെ ചോദ്യം. എന്തിന് പിളരുന്നു എന്നുള്ളതാണ്. നോക്കണേ, ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ജോസ് കെ മാണി കേരള കോൺഗ്രസ് ഇതെല്ലാം പാലായുമായി ബന്ധപ്പെട്ടാണ്. പാല അടങ്ങുന്ന പാർലമെൻറ്റ് മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ കയ്യിലില്ല. പാല എന്ന നിയമസഭാ മണ്ഡലം കയ്യിലില്ല. KM മാണിയുടെ, ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന മുനിസിപ്പൽ വാർഡ് അതുപോലും കേരള കോൺഗ്രസിൻ്റെ കയ്യിലില്ല. ഇങ്ങനെ ദുർബലമായി നിൽക്കുന്ന പാല സെൻട്രൽ, അവരുടെ ഹൃദയഭൂമിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബേസും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം മറുപക്ഷത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അതിന് പിന്നിൽ കത്തോലിക്ക സഭയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനത് തിരുത്തുകയാണ്. കത്തോലിക്ക സഭ ഒരുമിച്ച് ഒരു ഒറ്റ സെൻറ്ററായി നിന്ന് എല്ലാവരും കൂടെ ചേർന്ന്, ബിഷപ്പ്മാരെല്ലാം കൂടെ യോഗം ചേർന്നിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോകണം, നിങ്ങൾ ഇപ്പുറത്തേക്ക് വരണം, അങ്ങനെയല്ല. ഇതിനു മുമ്പ് PJ ജോസഫ് 2010-ൽ മറുകണ്ഠം ചാടുമ്പോഴും കത്തോലിക്ക സഭയുടെ പിന്തുണയായിരുന്നു. അത് കത്തോലിക്ക സഭയിലെ ചില ബിഷപ്പുമാരുടെ ചില അതിരൂപതകളുടെ സ്വാധീനമാണുള്ളത്. ഇത്തവണ 2 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് തോമസ് തറയിലാണ് ഇതിന് ഒരു പ്രധാന കക്ഷി. മറ്റൊന്ന് മലബാറിൽ നിന്നുള്ള ജോസഫ് പാമ്പ്ലാനിയാണ്. ഈ 2 പേരുടെ സമ്മർദ്ദമാണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നോക്കൂ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി മുന്നണി വിട്ട് പോകും എന്ന് പറഞ്ഞെടുത്തുനിന്ന് ജോസ് കെ മാണിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് ഇന്നത്തെ കഥയുടെ ആൻറ്റി ക്ലൈമാക്സ് തിരിയുന്നത്. അത് ഒരു പ്രാവശ്യം തിരുത്തി എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആദ്യം പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഞങ്ങളുടെ നിലപാട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് തിരുത്തി ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കും എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ആ പോസ്റ്റ് അധികം താമസിയാതെ തന്നെ പ്രധാനപ്പെട്ട MLA-മാർ എല്ലാവരുമല്ല, MLA-മാർ ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്ത ആളുകൾ എപ്പോൾ ഷെയർ ചെയ്തു, എങ്ങനെ ഷെയർ ചെയ്തു എന്നത് കൂടെ ഒന്ന് ആലോചിച്ചാൽ നന്നാവും. കാരണം ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുമ്പാണ് റോഷി അഗസ്റ്റിൻ മന്ത്രി തുടരും എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ തുടരും എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞ് റാന്നിയിൽ നിന്നുള്ള MLA പ്രമോദ് നാരായണനും ഷെയർ ചെയ്തു. അപ്പോൾ 2ആയി. ആകെ 5 MLA-മാരാണ്, അതിൽ 2 പേർ ഷെയർ ചെയ്യുന്നു. പെട്ടെന്ന് മൂന്നാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ജോസ് കെ മാണിയുടെ വകയാണ്. അത് 1 മണിക്കൂറിനിടയിൽ ഇടതു മുന്നണിയുടെ കൂടെ എന്നൂടെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണി ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിൽ അവസാനത്തെ വരി കൂടെ ശ്രദ്ധിക്കണം. ആ മുദ്ര ശ്രദ്ധിക്കാതെ പോകരുത്. ഇടതു മുന്നണിയുടെ കൂടെ ഒറ്റക്കെട്ടായി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്ന് കൂടി ജോസ് കെ മാണി പറഞ്ഞു. പിന്നെ തിരുത്തി മാറ്റി ഏറ്റവും അവസാനത്തെ. അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം അതാണ്. അപ്പോൾ
ഈ 14, 16, 15, 16 തീയതികൾ ഏതെങ്കിലും ഒരു ദിവസം നടക്കുന്ന ഒരു യോഗത്തിൽ അത് വളരെ നിർണായകമാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആരൊക്കെ കൂടെയുണ്ട് ആരൊക്കെ കൂടെ ഇല്ല എന്നും ഒന്ന് വെറുതെ എടുത്ത് നോക്കൂ. ഒന്ന് ഇടുക്കിയിൽ നിന്നുള്ള MLA ആണ്, മന്ത്രിയാണ്, റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം മന്ത്രിയായത് ഇടതുപക്ഷത്ത് നിന്ന് ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെടുകയും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തു. അദ്ദേഹം LDF-മായി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. മറ്റൊന്ന് റാന്നി MLA പ്രമോദ് നാരായണനാണ്. അവിടെയും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഈ രണ്ട് ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അവരുടെയൊക്കെ ഭൂരിപക്ഷം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു കണക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ തവണ അവരുടെ 5 MLA-മാരിൽ റോഷി അഗസ്റ്റിൻ 15,700 വോട്ടിനാണ് ഇടുക്കിയിൽ ജയിക്കുന്നത്. പ്രമോദ് നാരായണ റാന്നിയിൽ 10,000 വോട്ടിനാണ് ജയിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പം മിണ്ടാതിരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് പ്രൊഫസർ ജയരാജാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ജോബ് മൈക്കിളും മിണ്ടിയിട്ടില്ല. ഈ ജോബ് മൈക്കിൾ, അതാണ് 5 പേർ, അതായത് ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, പ്രൊഫസർ ജയരാജ്, റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായൺ. അതിൽ ജോബ് മൈക്കിൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ജോബ് മൈക്കിൾ കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരിയിൽ കടന്നുകൂടിയത് 1190 വോട്ടിനാണ്. അപ്പോൾ പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യം UDF ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആദ്യം ഇളകുന്നത് ചങ്ങനാശ്ശേരി ആയിരിക്കും. ചുരുക്കത്തിൽ ജോബ് മൈക്കിൾ ഇപ്പുറത്ത് തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെയാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. അദ്ദേഹം ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷെയർ ചെയ്തത്. ബാക്കിയുള്ള ഇട്ടബല തുടരും എന്നിട്ടിട്ടില്ല എന്നുകൂടി ഓർക്കണം. എന്താണ് പൂഞ്ഞാറിൻ്റെ പ്രത്യേകത? പൂഞ്ഞാറിൽ വളരെ കാര്യമായി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അടുത്തവണ ആ വോട്ട് എങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ കസേരയും ഇളകുമേ LDF-ന്റെ കൂടെ നിന്നാൽ. അപ്പോൾ 2ആയി. 3 പ്രൊഫസർ ജയരാജാണ്, കാഞ്ഞിരപ്പള്ളിയാണ്. പ്രൊഫസർ ജയരാജ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വിചാരിച്ചത് അങ്ങനെയല്ല. അപ്പോൾ 3-2 എന്നുള്ളതാണ് MLA-മാരുടെ ഒരു കക്ഷി നില എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പാർട്ടിയിലെ മറ്റുള്ള ആളുകളും മറ്റുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളും എല്ലാം വരുമ്പോൾ എങ്ങനെയിരിക്കും? ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് KM മാണി എന്ന് പറയുന്ന നേതാവിൻ്റെ നിഴലായി പോലും ആകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് പാർട്ടിയെ പിളർത്തിക്കൂടാ എന്ന് ആലോചിക്കുന്ന റോഷി അഗസ്റ്റിനും ഇതേ നേതൃത്വപരമായ പ്രശ്നമുണ്ട്. കേരള കോൺഗ്രസ് റോ എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു പദവിയിലേക്ക് റോഷി അഗസ്റ്റിന് എത്താൻ സാധ്യതയില്ല. വേറൊന്നുമല്ല, പണ്ടൊക്കെ ഉണ്ടായേനെ. ഇപ്പോൾ ഇത്തരം ഈർക്കിൽ പാർട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയമാണ്. അവരുടെ പല മേഖലകളിലും അവർക്ക് ശക്തി വളരെ കുറവാണ്. ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സമയത്ത് പാർട്ടിയുടെ ഒരു പൂർണ്ണ പിന്തുണ, സഭയുടെ പിന്തുണ, സഭയിലെ 2 അതിരൂപതകളുടെ പിന്തുണ, ഇതെല്ലാം ജോസ് കെ മാണിയുടെ കൂടെ ഉണ്ടെങ്കിൽ സുഖമായി ഇപ്പുറത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി 2 സീറ്റുകളുള്ള കേരള കോൺഗ്രസ്, ജോസഫ് അവിടെയുണ്ട്. അവർ 11 സീറ്റിൽ മത്സരിക്കുകയും 2 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. ആ 2 സീറ്റ് ജോസ് കെ മാണിയുമായി മത്സരിച്ച് ജയിച്ച സീറ്റുകളാണ്. അപ്പോൾ ജോസ് കെ മാണി വെറുതെ. ഇപ്പോൾ മോൻസ് ജോസഫ് അല്പം മുമ്പ് പറഞ്ഞു ഈ ചർച്ച തന്നെ അപ്രസക്തമാണ്. കാരണം അവരുടെ നേതാക്കളെല്ലാം ജോസ് കെ മാണി അടക്കം ഞങ്ങൾ ഇടതുപക്ഷത്തും കൂടി അടിയുറച്ച് നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ സംശയം എന്നുള്ളതാണ് ജോസ് കെ മാണി ചോദിക്കുന്ന ഒരു റോഷി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശരിയാണ്, പക്ഷേ തെറ്റുമാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തലേദിവസം വരെ ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യമായി നിൽക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് മുന്നണി മാറേണ്ടി വന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കേരള കോൺഗ്രസിൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുടെ പിന്തുണയുണ്ടെങ്കിൽ CPM കേരള കോൺഗ്രസിനെ പിളർത്തും. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് റോ ഉണ്ടാകും. റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ പിളർന്നായിരിക്കും നിൽക്കാൻ സാധ്യത. ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം 2016-ൽ ജോസ് കെ 2014-15 ബാർക്കോഴ വിഭാഗത്തിൽ ശക്തി ക്ഷയിച്ച് കേരള കോൺഗ്രസ് ഒരു വഴിക്കായതിനു ശേഷം അവർ 2016 ഇലക്ഷൻ ശേഷം മുന്നണി വിടുന്നു. മുന്നണി വിട്ട ശേഷം ഒട്ടും സ്റ്റഡി അല്ലാത്ത കുറച്ചുനാൾ വെറുതെ ഇരുന്നു. ഒരു മൂന്നാം കക്ഷിയായിട്ട് നിയമസഭയിലിരുന്നു. അതിനുശേഷം UDF-ൻ്റെ കൂടെ കൂടി പിന്നെ കുറച്ച് വഴക്കുകളുണ്ടാക്കി 2020 ആകുമ്പോഴത്തേക്ക് അവരെ UDF-ൽ നിന്ന് പുറത്താക്കുകയാണ്. ഒരൊറ്റ വരിയാണെന്ന് ബെന്യാമിനാണ് വായിച്ചത്. ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കുന്നു, ജോസ് കെ മാണി വിഭാഗത്തെ ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ് ജോസഫായിട്ട് പുറത്താക്കുന്നു എന്ന് പറയുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 വർഷം കഴിയുമ്പോൾ അടുത്ത കൺഫ്യൂഷനാണ്. പാലായിൽ ഒരു സ്വന്തം അസ്തിത്വം ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ജോസ് കെ മാണിക്കുണ്ട്. അടുത്ത തവണയെങ്കിലും ജോസ് കെ മാണിക്ക് മത്സരിച്ച് ജയിക്കണം. ജോസ് കെ മാണിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കൂ. അദ്ദേഹത്തിന് ലോക്സഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി PC തോമസിനോട് തോറ്റാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം വളരെ വലിയ വിജയങ്ങൾ പാർലമെൻറ്റിലേക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കി. പക്ഷേ പാലാ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ പരാജയം വൻ തിരിച്ചടിയായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്റ്റൻസ് ആണ് നോക്കുന്നത്. അതിനെന്താണ് ഒരു വഴി? കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാഷ് ഔട്ടായി UDF-ന് അനുകൂലമായി പോയെങ്കിൽ, LDF അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അതാണ് സാധ്യതയെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം അവിടെ.
അതോടൊപ്പം ജോസ് കെ മാണി ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ അസ്തിത്വം എവിടെ. അപ്പോൾ പാർട്ടിയുടെ നേതാവിൻ്റെ അസ്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പാർട്ടിയിൽ. കേരള കോൺഗ്രസിൻ്റെ ചരിത്രവും അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ MLA മാർ എന്ന് പറയുന്നത് ഇനി 3 മാസത്തെ ആയുസ്സും കൂടെ ഉള്ളൂ ഈ MLA മാർക്കെല്ലാം. അപ്പോൾ പാർട്ടിക്കകത്തെ ഭൂരിപക്ഷം ആർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതോടൊപ്പം റോഷി അഗസ്റ്റിൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ നേതാവ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രൊഫസർ ജയരാജ് കുറച്ച് നിഷ്പക്ഷമായി നിൽക്കും. സെബാസ്റ്റ്യൻ കുളത്തെങ്കലിന് LDF-ന് കൂടെ UDF-ന് കൂടെ വരുന്നതായിരിക്കും നല്ലത്. ജോബ് മൈക്കലിനും കൂടെ വരുന്നതായിരിക്കും നല്ലത്. റാന്നിയിലെ പ്രമോദ് നാരായണൻ 1000 വോട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ തദ്ദേശത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ മണ്ഡലം കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ വലിയ സംശയമുള്ള സാഹചര്യവുമാണ്. ചുരുക്കത്തിൽ ജോസ് കെ മാണിയുടെ എക്സ്റ്റൻസ് ആണ് പ്രധാനമെങ്കിൽ UDF ആണ് ഒരു നല്ല സ്ഥലം എന്നാണ് അവർ വിചാരിക്കുക. ബാക്കിയുള്ള ആളുകളും കൂടെ വരും. ഇല്ലെങ്കിൽ ആ MLA-മാർ പോട്ടെ എന്ന് വിചാരിക്കും. സംവിധാനം മുഴുവൻ ജോസ് കെ മാണിയുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. കാരണം പരാജയം രുചിച്ചു നിൽക്കുന്ന LDF-ഉം അടുത്ത വിജയത്തിൻ്റെ ലഹരിയിൽ നിൽക്കുന്ന UDF-ഉം തമ്മിലാണ് അടി. അപ്പോൾ ആരുടെ കൂടെ ആയിരിക്കും അണികൾ പോവുക? ജോസ് കെ മാണിയോടൊപ്പം റാങ്ക് ആൻഡ് ഫയൽ പോകും UDF-ലേക്ക് പോയാൽ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേരളം മുഴുവൻ. പക്ഷേ പാലായിൽ ജോസ് കെ മാണി ജയിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കോരേണ്ടി വരും. കാരണം കോൺഗ്രസ്സുകാരായാലും അവിടുത്തെ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സുകാരായാലും അവരൊക്കെ പാലം വലിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് വേറൊരു കഥ. പക്ഷേ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ അവസാനം ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ്. പോറ്റിയായിരുന്നു, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഓരോ ദിവസവും വളരെ വലിയ വാർത്തകൾ കൊണ്ടുവന്ന് കളം പിടിക്കുകയാണ്. നോക്കണേ, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇലക്ഷന് മുമ്പുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. പോറ്റിയുടെ അറസ്റ്റ് ഒരു വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും തുടർന്നുള്ള കാര്യങ്ങളും മറ്റൊരു ക്യാമ്പയിൻ്റെ ഇതായിരുന്നു. ഇന്ന് ആയിഷ പോറ്റിയുടെ കാര്യത്തിൽ ആയിഷ പോറ്റിയെ കൂടെ കൊണ്ടുവരുന്നതും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ എല്ലാവരെയും കൺഫ്യൂഷനിലാക്കി LDF-നെ ഡിഫൻസിലാക്കി നിൽക്കുന്ന UDF-ൻ്റെ അത് മറ്റൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം UDF വളരെ വലിയ ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു വലിയ മേൽക്കൈ, ധാർമ്മികമായി എന്ന വാക്ക് ശരിയല്ല, കളം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF-ന് വളരെ വലിയൊരു മേൽക്കൈ ഉണ്ടായിരിക്കുകയാണ്. ജോസ് കെ മാണി എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ വരാം എന്ന വാർത്തയെ തള്ളാനാകുന്നില്ല LDF-ന്. അതുപോലെ തന്നെയാണ് ആയിഷ പോറ്റിയെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നതോടുകൂടി വർഗവഞ്ചക എന്ന് പറഞ്ഞ് മേഴ്സിക്കുട്ടിയമ്മ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പെർസെപ്ഷൻ വാറിൽ UDF ഓരോ ദിവസവും അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ചർച്ച. ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് കൂടെ വന്നാലും ഇല്ലെങ്കിലും UDF-ന് കുറച്ച് ദിവസത്തേക്ക് വായുവിൽ നിർത്താൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥയായി ഇത് മാറി. നാളെ കേരള കോൺഗ്രസ് വന്നില്ലെങ്കിൽ വന്നില്ല, അത് കുഴപ്പമില്ല. പക്ഷേ നോക്കൂ, ഇപ്പോഴത്തെ ചർച്ച മുഴുവൻ LDF ക്യാമ്പിൽ വളരെ വലിയ മ്ലാനത പടർത്തുകയും ജോസ് കെ മാണി പോകുമോ എന്ന് നേതാക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് തന്നെയാണ് UDF-ന് വേണ്ടത്. അപ്പോൾ VD സതീശനോട് ചോദിക്കുന്നുണ്ട്, വിസ്മയം 1 വന്നു, നമ്മളിപ്പോൾ വിസ്മയം 1 പേര് വിട്ടു, വിസ്മയം 2 വരുമോ? നോക്കൂ, കാത്തിരിക്കൂ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആകുമോ? ആവനാഴിയിലെ അസ്ത്രങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് ഓരോന്നായി ഇന്ന് ആയിഷ പോറ്റി, നാളെ കേരള കോൺഗ്രസ്, നാളെ മറ്റന്നാൾ മറ്റാരെങ്കിലും എന്ന രീതിയിൽ കഥ നറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മേൽക്കൈ ഈ കാര്യത്തിൽ പെർസെപ്ഷൻ വാറിൽ UDF-ൻ്റെ കയ്യിലാണ്. ഒരു കാര്യം കൂടി, ജോസ് കെ മാണി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത പറയാറായിട്ടില്ല. പക്ഷേ തൽക്കാലം ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ കൂടെയുള്ള ആളുകളും LDF വിടാനും UDF-ലേക്ക് പോകാനും തന്നെയാണ് ഏതാണ്ട് ആലോചിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് ജോസ് കെ മാണിയുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ് എന്നത് കൂടിയാണ്. അതോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ വാഷ് ഔട്ടായി പോയാൽ പാർട്ടി പോലും ഉണ്ടാകില്ല എന്നുള്ളത് ജോസ് കെ മാണിക്കറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കറിയാം, സഭയിലെ ചില പ്രധാനപ്പെട്ട സഭാപിതാക്കന്മാർക്കും അറിയാം. അതാണ് കാര്യം. പക്ഷേ കേരള കോൺഗ്രസ് ആണ്, കേരള രാഷ്ട്രീയമാണ്, നാളെ എന്തും സംഭവിക്കാം. പടിഞ്ഞെത്തിയാം ചർച്ചയിലേക്ക് സുനിൽ ഇല അടരുമോ? കേരള കോൺഗ്രസിൻ്റെ ഈ 2 ഇല ചിഹ്നം എന്ന് പറയുന്നത് പ്രത്യേക തരം ഒരു ചെടിയുടെ 2 ഇലയാണ്. അതിങ്ങനെ അടർന്നു പോയാലും വീണ്ടും ചേരുന്ന ഇലയാണ്. അത് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അതിങ്ങനെ എത്രയോ കാലം പിളർന്ന് ഓരോ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഓരോ മുന്നണികളുടെ ഭാഗമാകുകയും ചെയ്ത ചരിത്രമാണ് കേരള കോൺഗ്രസിന്റെ ഈ 64 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. പാർട്ടി രൂപീകരിച്ച് 13ാമത്തെ വർഷം പിളർന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അന്ന് ബാലകൃഷ്ണപിള്ള വേറെ പാർട്ടി ഉണ്ടാക്കി പോയി, കെ മാണി വേറെ പാർട്ടി ഉണ്ടാക്കി, പിന്നീട് വീണ്ടും പിളർന്നു, ജോസഫ് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. ഈ 3 നേതാക്കളും 82-ൽ കെ കരുണാകരന്റെ കൂടെ ഒരേ മന്ത്രിസഭയിൽ തുടരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം TM ജേക്കബ് വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. അങ്ങനെ കേരള കോൺഗ്രസിന്റെ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഈ വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന് കെ മാണി പറഞ്ഞതുപോലെ ഉള്ള ഒരു പിളർപ്പിനുള്ള ഒരു ശേഷി ഇന്നത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്
വലിയ ശ്രമം ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കാൻ നടത്തുകയാണ്. അതിന് സോണിയാഗാന്ധിയെ വരെ ഇടപെടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഏത് വിധേനയും UDF-ലേക്ക് കൊണ്ടുവരേണ്ടത് രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ആവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേട്ടമുണ്ടാക്കി. നമുക്കറിയാം, ഈ കോട്ടയത്തായാലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള, കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDF-ഉം ഒക്കെ തന്നെ നേട്ടമുണ്ടാക്കി. വലിയ തകർച്ച നേരിട്ടത് കേരള കോൺഗ്രസ് മാണിക്കാണ്, ജോസ് കെ മാണിക്കാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായും കോൺഗ്രസിന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ ആത്മവിശ്വാസം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനില്ല. ആ ആത്മവിശ്വാസ കുറവാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ഏത് വിധേനയും UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയെ UDF-ലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 20 സീറ്റിലധികം ഒരു വിജയിക്കാവുന്ന ആത്മവിശ്വാസം UDF-ന് വരും. അത് ഈ കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും അല്ലെങ്കിൽ ഇടുക്കിയിലായാലും ഇപ്പോൾ എറണാകുളത്തിന്റെ ചില മേഖലകളിലായാലും ഒരുപക്ഷെ UDF-ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, 2021 തെരഞ്ഞെടുപ്പിൽ 90-ലധികം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ കിട്ടിയത് 21 സീറ്റാണ്. ആ 21 സീറ്റിൽ നിന്ന് 60 സീറ്റെങ്കിലും നേടാൻ കോൺഗ്രസിന് മാത്രമായി സാധിക്കുകയും മറ്റ് ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ, UDF-ന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണിത്. തീർച്ചയായും ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, പാലാ സീറ്റിന്റെ കാര്യത്തിൽ ജോസ് കെ മാണി എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്നൊരു പക്ഷേ UDF തീരുമാനിച്ചാൽ മാണി സി കാപ്പൻ നേരെ LDF-ലേക്ക് ചേരും. അവിടെ മാണി സി കാപ്പൻ വീണ്ടും LDF-ൽ നിന്നുകൊണ്ട് പാലയിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ. ആ ഉപാധികൾ അംഗീകരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പവുമാകില്ല. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടുവീഴ്ച വരുത്തണം. അപ്പോൾ അതൊക്കെ തന്നെ ചർച്ചകളിലൂടെ കോൺഗ്രസിന് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസ കുറവിന്റെ കൂടി ഭാഗമായിട്ടാണ്. അതുതന്നെയാണ് നമ്മൾ കൊല്ലത്ത് കണ്ടത് ഐഷ പോറ്റിയുടെ കാര്യത്തിൽ. നോക്കൂ, ഐഷ പോറ്റി എന്ന് പറയുന്നത് കൊല്ലത്ത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. വളരെ മികച്ച ജനപ്രതിനിധിയായിരുന്നു. ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ള ഒരു അധികായനെ തറ പറ്റിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു നേതാവാണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നീട് തുടർച്ചയായി 3 തവണ കൊട്ടാരക്കരയിൽ വിജയിച്ചു വന്ന നേതാവാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കുറെ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായാണ് KN ബാലഗോപാലിനെയൊക്കെ തന്നെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം അന്ന് എടുത്തത്. ഏതായാലും അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായി പിന്നീട് ഐഷ പോറ്റി പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 78 ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഐഷ പോറ്റി പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും ഐഷ പോറ്റി വിട്ടുനിന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഐഷ പോറ്റി വിട്ടുനിന്നു. കൊല്ലത്താണ് ഇത്തവണ CPI-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. പ്രധാനപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ ആ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും ഐഷ പോറ്റി വിട്ടുനിന്നു. അപ്പോൾ ഇങ്ങനെ ഐഷ പോറ്റി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏത് നിമിഷവും ഐഷ പോറ്റി മറ്റ് പാർട്ടികളിലേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ CPM കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, കൊട്ടാരക്കരയിൽ അവിടെ KN ബാലഗോപാലായിരിക്കാം ഒരുപക്ഷെ ഇനിയും സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു നേതാവിനെ നേരിടാൻ കോൺഗ്രസിനകത്ത് ശക്തനായ ഒരു എതിരാളിയില്ല. കോൺഗ്രസിനകത്ത് ശക്തമായ ഒരു നേതാവില്ല എന്നതാണോ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്? അപ്പോൾ ഐഷ പോറ്റിയെ കൊണ്ടുവന്ന് ഇനി കോൺഗ്രസ് ചിഹ്നത്തിൽ അവിടെ KN ബാലഗോപാലിനെതിരെ സ്ഥാനാർത്ഥിയാക്കിയാലേ അവിടെ വിജയിക്കാൻ കഴിയൂ എന്നതാണോ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്? അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ, വിജയത്തിന്റെ മേൽക്കൈ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസവും കേരളത്തിൽ നൽകുന്നില്ലേ? ഇതാണോ കോൺഗ്രസിന്റെ വിസ്മയം എന്ന് പറയുന്നത്? ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്ന വിസ്മയമുണ്ട്. എന്താണ് വിസ്മയം? ഉത്തരേന്ത്യയിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നോക്കിയാൽ
കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി BJP-യിലേക്ക് പോവുകയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, അതിന് പിന്നാലെ ജിതൻ പ്രസാദ് പോയി, RPN സിംഗ് പോയി, ഗുലാം നബി ആസാദ് പോയി, കപിൽ സിബൽ പോയി, അങ്ങനെ തുടങ്ങി എത്ര നേതാക്കളാണ്. കപിൽ സിബലും അതുപോലെ ഗുലാം നബി ആസാദും BJP-യിൽ പോയില്ല. മറ്റെല്ലാ നേതാക്കളും അശോക് ചവാനെ പോലുള്ള എല്ലാ നേതാക്കളും BJP-യിലേക്കാണ് പോയത്. അപ്പോൾ അതേ രാഷ്ട്രീയമാണ്. എന്തിനാണ് BJP ഉത്തരേന്ത്യയിൽ ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത്? കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസം തകർക്കുക എന്നത്, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് പോലും കോൺഗ്രസിൽ വിശ്വാസമില്ല എന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു ജനവികാരമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അവിടെ BJP ഉത്തരേന്ത്യയിൽ നടത്തിയത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം പിടിച്ചത് അങ്ങനെയല്ലേ? അവിടെ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് ഇളക്കിക്കൊണ്ട് വന്നുകൊണ്ട് അവിടുത്തെ സർക്കാരുകളെല്ലാം BJP പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തിയതെങ്കിൽ അതിന് സമാനമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് കേരളത്തിൽ നടത്തുന്നത്. ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ CPM-ന്റെയും വിശ്വാസ്യത ഇടിക്കുക, അപ്പോൾ അവിടെ നിൽക്കുന്ന നേതാക്കളെയൊക്കെ അടർത്തി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പാർട്ടികളെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുക. ഇപ്പൊ ഐഷാപുരിയുടെ കാര്യമല്ല, മുന്നണിയിൽ നിന്ന് പോയവരാണല്ലോ. ജോസ് കെ മാണി ഇവിടെ ആയിരുന്നല്ലോ, UDF-ൽ അവിടെ നിന്നാണ് LDF-ലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു വരാൻ ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. അത് മറക്കരുത്. ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്, വെറുതെ ഇറങ്ങിപ്പോയതല്ല. ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. അതല്ല, അതിനു മുമ്പ് സഭയിൽ നടന്നിരുന്ന കോലാഹലവും KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ നടന്നിരുന്ന കോലാഹലവും കസേര എടുത്തെറിയലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ BJP എടുക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെ താരതമ്യം സാധ്യമാണോ? എനിക്ക് സംശയമുണ്ട് സുനിൽ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമല്ലേ? നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ മേൽക്കൈ ഉണ്ടായിട്ട് പോലും ആ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ കോൺഗ്രസിനും UDF-നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? നോക്കൂ, കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നിൽ നിന്നുകൊണ്ട് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കിയില്ലേ? എന്തുകൊണ്ടാണ് UDF ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാത്തത്? അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവ് കോൺഗ്രസിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഇപ്പോൾ ഏതു വിധേനയും UDF-ലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കോൺഗ്രസിന്റെ വലിയ ആത്മവിശ്വാസ കുറവ് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നതാണ്. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന ഈ രാഷ്ട്രീയത്തിന് സമാനമായ ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ UDF-ഉം കോൺഗ്രസും നടത്തുന്നത് ഒരു ശരിയായ സന്ദേശമായിരിക്കില്ല നൽകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഇല അടരുമോ എന്ന ചോദ്യത്തിന് ഇല അടരാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഉത്തരം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗതികേടിലേക്ക് നിലവിലെ MLA-ക്കും മന്ത്രിക്കും പോകേണ്ടി വന്നത് അതിൻ്റെ ഒരു സൂചനയായിട്ട് കാണണം. അതിൽ എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ എതിർ നിലപാട് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്, CPM-നെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ് LDF-ന് നഷ്ടമായതെന്ന് നോക്കേണ്ടതാണ്. എറണാകുളത്തെ ഒരു ഭാഗം എങ്ങനെ നഷ്ടമായതെന്ന് നോക്കണം. കേരള കോൺഗ്രസ് വലിയ രീതിയിൽ അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടുക്കിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ ഭൂരിപക്ഷം നോക്കൂ, 15,750 UDF-ന്റെ ഭൂരിപക്ഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കടുത്തുരുത്തിയിൽ വൈക്കത്ത് 2,238, കാഞ്ഞിരപ്പള്ളിയിൽ അത് 6,083, മാവേലിക്കരയിൽ 10,092. ഇങ്ങനെയാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസം, വലിയ രീതിയിൽ പത്തനംതിട്ട അതെ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ പത്തനംതിട്ട ഇത്തവണ UDF തൂത്തുവാരുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ റാന്നിയിൽ 2 തവണയും ഈ പ്രമോദ് നാരായണൻ ജയിച്ച കാര്യം പറയുന്നുണ്ടല്ലോ. റാന്നിയിൽ പക്ഷേ കഴിഞ്ഞ തവണ KCM ജയിച്ചത് 1,285 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ വലിയ ഭൂരിപക്ഷം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഒരു ട്രെൻഡ് വന്നാൽ അവിടെ കാര്യങ്ങൾ മറയാനുള്ള സാധ്യതകൾ. അപ്പോൾ ട്രെൻഡ് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കിയിലെ കാര്യം ഇപ്പോൾ റോഷി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന 15,750 വോട്ടിൻ്റെ UDF-ന്റെ ഇടുക്കിയിലെ ലീഡ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അണികൾ തന്നെ മാറ്റിക്കുത്തിയിരിക്കുന്നു, UDF-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അണികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ പാലാ ഇല്ലെങ്കിൽ
ജോസ് കെ മാണി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ജോസ് കെ മാണി പാല ഇല്ലെങ്കിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തേടും. കാരണം ഇപ്പോൾ ഈ പറയുന്ന ആരൊക്കെ ആരുടെയൊക്കെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ജയരാജന്റെ കാര്യത്തിലും ഇപ്പോൾ LDF-നൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളി പരീക്ഷിക്കാമല്ലോ. ജോസ് കെ മാണിക്ക് പാലയിൽ ജയിക്കണമെങ്കിൽ അവിടെ UDF-ന്റെ വോട്ട് അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ള കാര്യം. ഇനിയിപ്പോൾ അവിടെ വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പോൾ അവിടെ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ് മറന്നുപോയി, പാലയിൽ മാണി സി കാപ്പൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊടുക്കില്ലാതെ ഇപ്പോൾ വിട്ടുകൊടുക്കില്ല. ആദ്യം വിട്ടുകൊടുക്കും. മാണിസിക്കാപ്പന്റെ വിജയം നല്ല വിജയമാണ്. അതെ, 2 തവണയും 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്. മാണി സി കാപ്പന്റെ വിജയം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെ മാണി ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനോട് വിജയിച്ചത് വെറും 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഉറപ്പായിട്ടും അതെ, മാണി സി കാപ്പന്റെ ഈ വിജയം ഒരു തരത്തിലും ചെറുതാക്കി കാണുന്നില്ല കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ അറിയാനായിട്ടുള്ളത് അതാണ്. മാണി സി കാപ്പൻ ബലം നിർബന്ധം പിടിക്കുകയാണ്, പാല തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാണി സി കാപ്പനെ മാറ്റില്ലെന്നേ. പക്ഷേ മാണി സി കാപ്പനും നിലപാട് മാറ്റാനുള്ള സാഹചര്യം കോൺഗ്രസ് ഇപ്പോൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്ന ഒരു സീറ്റ് ഉറപ്പായിട്ടും ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് കൂടി താല്പര്യമുള്ള ഒരു സീറ്റ് എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഈ പറയുന്ന ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കളത്തിങ്കിലും ഒക്കെ ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെയും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അവിടെയാണ് പ്രധാനമായിട്ടും സഭയുടെ ഇടപെടൽ പ്രധാനമാകുന്നത്. ഈ സിനഡിലെ യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയത് ക്ഷണിച്ചിട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ സിനഡിലേക്ക് ആരെയും ക്ഷണിക്കുന്നതല്ല. അപ്പോൾ അവിടെ ഈ തട്ടിൽ പിതാവിനെ മാത്രം കാണാൻ വേണ്ടിയല്ല അദ്ദേഹം പോയത്. സഭയ്ക്കകത്ത് തന്നെ ഒരു സഭാ സമിതിയുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഒരു സഭാ സമിതിയുണ്ട്. അവിടെ മറ്റു രൂപതകളിലെ ബിഷപ്പുമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ആ ചർച്ചകൾ എന്നുള്ളത് ഇത്തവണ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് UDF-നൊപ്പമാണ് എന്നുള്ളത് ഇത്തവണ എന്നുള്ളതല്ല. അവർ പൊതുവെ UDF-നൊപ്പം തന്നെ മാണി വിഭാഗം നിൽക്കണം എന്നുള്ള നിലപാടുള്ളവരാണ്. അപ്പോൾ ആ തരത്തിലുള്ള സഭയുടെ സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വിരുദ്ധമായൊരു സമീപനത്തിലേക്ക് ഒരു തരത്തിലും ജോസ് കെ മാണിക്ക് പോകാൻ പറ്റില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി എടുത്തു നോക്കുമ്പോൾ, കാരണം ഈ അണികളുടെ വോട്ടും എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണിക്കൊപ്പം നിൽക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം. അതിൽ പ്രത്യേകിച്ച് അടർത്തി മാറ്റി ഇങ്ങോട്ട് വലിക്കേണ്ട കാര്യമില്ല. സുനിൽ പറഞ്ഞതുപോലെ അവരുടെ സ്വാഭാവികമായ ഒരു ആലോചനയും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ഇനിയിപ്പോൾ നേരത്തെ നമുക്ക് പത്രവാർത്തയൊക്കെ വന്ന പോലെ ഞാൻ പറഞ്ഞത് 2001 അന്ന് നയനാർ സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു AK ആന്റണി. അന്ന് പ്രതിപക്ഷ നേതാവ് ആക്റ്റീവ് അല്ല എന്ന് കോൺഗ്രസിനകത്ത് വിമർശനം ഉയർന്നപ്പോൾ അന്ന് AK ആന്റണി പറഞ്ഞു, കയ്യും കെട്ടി ഇരുന്നാൽ മതി, നമ്മൾ ജയിക്കുമെന്ന്. അന്ന് 91 സീറ്റിൽ UDF വിജയിച്ചു കേരളത്തിൽ. ആ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. കയ്യും കെട്ടി ഇരുന്നാൽ കേരളത്തിൽ വിജയിക്കാനാകില്ല എന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം. രണ്ട് തവണത്തെ ഭരണത്തിന് ശേഷം 10-ാം വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ജനം ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോയാൽ അങ്ങനെയല്ല. 58 സീറ്റിൽ 10 വർഷം ഭരിച്ച പാർട്ടി 58 സീറ്റിൽ വിജയിച്ചു നിൽക്കുകയാണ്. നോക്കൂ, ഏതൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നും ഏതൊക്കെയാണ് എല്ലാ കാലത്തും കൂടെ നിന്ന ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതെന്നും കൂടി പരിശോധിക്കേണ്ടത്. പാർട്ടി അത് പരിശോധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ട്രെൻഡ്, ഈ സോണിയാഗാന്ധി ചർച്ച നടത്തിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും ഒരു കോൾ ഉണ്ടായിട്ടുണ്ട് ജോസ് കെ മാണിയിലേക്ക് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KC വേണുഗോപാൽ ഒന്നുമല്ല, വേറെ അവിടെ നിന്ന് തന്നെ ഒരു കോൾ ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ച നടന്നിട്ടുണ്ട്. നിരന്തരം UDF-വുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ സഭയുടെ നിലപാടും വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ അപമാനത്തിൻ്റെ കാര്യം ഒക്കെ പറയുകയാണ്. അപമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDF-ൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള യാത്ര പാലായിലെത്തിയപ്പോൾ തോമസ് ചാഴിക്കാടനെ അപമാനിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രാസംഗികനെ ഏത് രീതിയിൽ അപമാനിച്ചു എന്നുള്ളത് അദ്ദേഹം പിണറായി വിജയൻ അന്നത്തെ പ്രസംഗമൊക്കെ അന്ന് തലക്കെട്ടായിരുന്ന വാർത്തയാണ്. അപ്പോൾ അപമാനമൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ അപമാനം മറന്നാൽ ഈ പുറത്ത് അവരെ പറഞ്ഞുവിടാൻ, അല്ലാതെ ഈ മുന്നണിയിലില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയത് പിഴവായി പോയി എന്നുള്ള വിലയിരുത്തൽ പിന്നീട് കോൺഗ്രസ് നടത്തിയതായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ സ്വാഭാവികമായ മുന്നണി കേരള കോൺഗ്രസിന് UDF ആണ് സ്വാഭാവികമായ ഇടം എന്ന് അവർ തന്നെ കരുതുന്നു, കോൺഗ്രസും കരുതുന്നു. അതിനായി വലിയ വിലപേശലുകളൊന്നും നടത്തേണ്ടി വരില്ല. ഇങ്ങോട്ട് വരാം. ഇപ്പോൾ LDF-ൽ നിൽക്കുകയാണെങ്കിൽ നേരത്തെ 12 സീറ്റാണ് നൽകിയത്. അതിൽ 5 ഇടത്താണ് മാണി വിഭാഗം ജയിച്ചത്. ഇനി 12-ൽ കൂടുതൽ ചോദിച്ചാലും ഒരുപക്ഷെ കിട്ടും.
12-ൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ഒരുപക്ഷെ LDF-ൽ കിട്ടും. പക്ഷേ വിജയസാധ്യത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇനിയും ഇതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഐഷ പോറ്റി പറയുന്നത് പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് കുറച്ചു കാലമായി അവഗണനയുണ്ട് എന്നുള്ളതാണ്. MLA സ്ഥാനത്തിന് ശേഷം പിന്നീട് ഒരു തവണ സീറ്റ് നൽകിയില്ല. ആ സമയത്തും പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പല ഘട്ടങ്ങളിലും അവഗണിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായത്. അതാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിസ്മയം എന്ന് പറയുന്നത്, വിസ്മയം എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യത്തിൽ, ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു സൂചനയും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു തീരുമാനമുണ്ടായത്. ഇന്നലെ രാത്രി ഐഷ പോറ്റിയെ കാണുന്നു, കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകുന്നു. അതിനു മുമ്പും ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏതായാലും ഇരുചെവിയറിയാതെ ആ കാര്യം നടന്നിരിക്കുന്നു. ഇനിയുള്ള വിസ്മയങ്ങളും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഒരുപാടൊന്നുമില്ല, 1 or 2 എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതും വൈകാതെ തന്നെ സംഭവിക്കും. അതിലും സൂചനകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് അതിന്മേലുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഐഷ പോറ്റിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? 3 തവണ MLA. നോക്കൂ, ഐഷ പോറ്റിയുടെ കണക്ക് അല്ല, ഐഷ പോറ്റി 3 തവണ MLA ആയാലും ഐഷ പോറ്റി നേടിയ ഭൂരിപക്ഷമൊക്കെ പരിശോധിക്കേണ്ടതാണ്. 2016-ൽ 3-ാം തവണ ഐഷ പോറ്റി വിജയിച്ചു കയറിയത് 42,000. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുനിൽ. 2016-ൽ ഐഷ പോറ്റി വിജയിച്ചു കയറിയത് 42,632 വോട്ടുകൾക്കാണ്. 2021-ൽ ഐഷ പോറ്റിയെ മാറി KN ബാലഗോപാൽ LDF-ന് സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ ബാലഗോപാലിന് ലഭിച്ചത് 1814 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അല്ലേ. അത് UDF-ന് സ്ഥാനാർത്ഥിയായി വന്നത് R രശ്മിയാണ്. 1814 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഐഷ പോറ്റി 2014 നേടിയ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ബാലഗോപാൽ വരുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ 31,818 വോട്ടിൻ്റെ കുറവ് അന്ന് ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 10-ാം വർഷത്തിൽ ഈ 2 തുടർ ഭരണത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥിതി കൂടുതൽ മെച്ചമാകുകയാണോ മോശമാകുകയാണോ ചെയ്യുകയെന്ന് അങ്ങ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഐഷ പോറ്റിയിലൂടെ ഈ പറഞ്ഞ നേരത്തെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും ബാലഗോപാൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ രശ്മി നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, അതാണ് ഇപ്പോൾ അവരെ കൂടെ കൂട്ടാനുള്ള ഒരു കാരണം എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. 3 തവണ MLA ആയ സ്ഥിതിക്ക് അവരെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എങ്ങനെ ഐഷ പോറ്റി 3 തവണ അവരെ പരിഗണിക്കുന്നു, അവരെ MLA ആക്കുന്നു. അടുത്ത തവണ MLA ആക്കിയില്ല, അല്ല സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിലും അവർ പ്രചാരണത്തിനുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു എതിർപ്പൊന്നും കാണിച്ചില്ല. അല്ല, അതാണ് പിന്നീട് അങ്ങോട്ട് MLA ആയതിനു ശേഷം, MLA സ്ഥാനം മാറിയതിനു ശേഷം പാർട്ടിയിൽ നിന്ന് അവഗണന ഉണ്ടായി എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. പല ഘട്ടങ്ങളിലായി പാർട്ടി ഓർമ്മയുണ്ട്. ചില പരിപാടികളിൽ അതെ അത്തരം ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുമായി അകന്ന് തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഇനി ഇത്തരത്തിൽ വിജയസാധ്യതയുള്ള ചിലരെങ്കിലും കൂടുതൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ അടർത്തി മാറ്റലുകളില്ലാതെ തന്നെ തനിയെ അടർന്നു വരുന്നതുമുണ്ടാകാം. ഈ പറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ അടർത്തി മാറ്റുന്നതും ഉണ്ടാകാം. ഏതായാലും ഇല അടരുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ അഭിപ്രായത്തിൽ 2 പേർ യെസ് എന്നും സുനിൽ നോ എന്നാണ് അല്ലേ? അതെ, ശരി, അതാണ് 3 പേരുടെ അഭിപ്രായം. നോക്കാം. Meet the editors.